എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഹൈഡൽബർഗ് കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ കുറച്ചധികം കാലം മുന്നേ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ബട്ട് ഇടാനുള്ളൊരു സാഹചര്യം എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഈ ഹൈഡൽബർഗ് കാസിൽ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 2 hours മേലെയുണ്ട് ഈ ഒരു കാസിലിൻ്റെ അങ്ങോട്ടേക്ക്. കുറച്ചധികം ദൂരം നടക്കാനുണ്ട് കേട്ടോ ഈ കാസിലിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഒരു എൻട്രി ഫീ കൂടെ ഉണ്ട്. അങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന വഴിക്കാണ് നമുക്ക് അവിടെ നിന്ന് ഒരു ബാസ്ക്കറ്റിൽ നിന്ന് ഈ ഒരു ഫോർച്യൂൺ കുക്കീസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു കുക്കി ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ തുറക്കാൻ എങ്ങനെയാണെന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലെഴുതിയ എനിക്ക് കിട്ടിയത് യു ക്യാൻ ചേഞ്ച് യെസ്റ്റർഡേ ബട്ട് യു ക്യാൻ ചേഞ്ച് ടുഡേ എന്നാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കിട്ടിയതൊക്കെ നമ്മളങ്ങനെ വായിച്ചൊക്കെ നോക്കി. ഈ ഒരു കാസിൽ എന്ന് പറയുന്നത് 13th centuryയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാസിലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതായത് കുറേ പൈതൃകമായിട്ടുള്ളതും ഒക്കെ കൺസേർവ് ചെയ്തിട്ടുള്ള രീതിയിലുള്ളതാണ് ഈ കാസിൽ. കാസലിൻ്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിയം തന്നെയാണ്. മ്യൂസിയത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ട് വൈൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വലിയ ബാരൽസ്, പിന്നെ പുരാതനമായിട്ടുള്ള ആയുധങ്ങൾ, അവിടുത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. റെക്കോർഡിങ് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്ത് വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കാസിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ഹൈഡൽബർഗ് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി നമ്മൾ വന്നത് വിൻ്റർ ടൈമിലായതുകൊണ്ട് തന്നെ ഫുള്ള് മൂടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മളൊരു സമ്മർ ടൈമിൽ ഈ ഒരു ഹൈഡൽബർഗ് കാസിൽ വിസിറ്റ് ചെയ്യാൻ വരും. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ഹൈഡൽബർഗ് അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഹൈഡൽബർഗ് കാസിൽ മിസ് ചെയ്യാതെ കാണുക ഉറപ്പായിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.